അൽ ജബ്ബാർ. ജബറിൽ നിന്നാണ് ജബ്ബാറിന്റെ ഉൽപ്പത്തി. ന്യൂനത പരിഹരിക്കുക, ഉടഞ്ഞത് നന്നാക്കുക, എല്ലാറ്റിനും ഉപരിയായി നിലകൊള്ളുക, കുറ്റവും കുറവും ന്യൂനതയും ഇല്ലെന്ന മട്ടിൽ ഉന്നതനും ഉദ്ധതനുമായി നിലകൊള്ളുക, സമന്മാരോ തുല്യരോ ഇല്ലെന്ന മട്ടിൽ നിലകൊള്ളുക എന്നിവയൊക്കെ ജബറിന്റെ അർത്ഥമാണ്. മേൽപ്പറഞ്ഞ ഏതർത്ഥത്തിലും അല്ലാഹു ജബ്ബാറാണ് എന്നല്ല, അവനാണ് ജബ്ബാർ. അവൻ അടിമയുടെ ന്യൂനത പരിഹരിക്കുന്നു. തകർന്ന മനസ്സിന് ധൈര്യവും ആത്മവിശ്വാസവും നൽകി അതിനെ ഉത്തേജിപ്പിച്ച് നന്നാക്കിയെടുക്കുന്നു. ദരിദ്രനെ ധന്യനാക്കുന്നു. പ്രയാസം സഹിക്കുന്നവന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. വിപത്തിലകപ്പെട്ടവനെ ക്ഷമിക്കാൻ കരുത്തേകി സ്ഥിരചിത്തനാക്കുന്നു. പ്രയാസം സഹിച്ച് ക്ഷമിച്ച് കഴിയുന്നവന് പ്രതിഫലം നൽകുന്നു. പരിഹാരത്തിന്റെ ഭാഗമാണ് ഇതത്രയും. ഈ അർത്ഥത്തിൽ അല്ലാഹു ജബ്ബാറാണ്. പ്രപഞ്ചം സർവവും അല്ലാഹുവിന് വിധേയമാണ്. അവന് മാത്രം വിധേയം. അതിൽ ഒരു തരിമ്പും ആർക്കും അധികാരമില്ല, പങ്കുമില്ല. അതിനാൽ തന്നെ അത് മറ്റാർക്കും വിധേയമല്ല. ആ നിലക്ക് സർവാധികാരവും കൈയടക്കി വെച്ചവനാണ് അല്ലാഹു. ഒരു തരം ന്യൂനതയുമില്ലാത്ത തീർത്തും പരിശുദ്ധൻ. തുല്യരും പങ്കാളികളും സമന്മാരുമില്ലാത്ത ഉന്നതനുമാണവൻ. അതിനാൽ തന്നെ ജബ്ബാർ എന്ന വിശേഷണം അല്ലാഹുവിന് മാത്രം ചേർന്നതാണ്.